വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രഘോഷിക്കുന്ന ശുദ്ധമുള്ള യുഹാനോൻ സ്നേഹ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യമറിയാം നിന്ന് ശരണം ധരിച്ച ദൈവത്തിന്റെ ജീവനും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന മനുഷ്യാവതാര കാലയളവിൽ പ്രകാരം മരുൾ ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വാക്യം. യേശു അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നല്ലാതെ പുത്രന് സ്വന്തമായൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്നെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നവയെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായി അവയിലുപരിയായിട്ടുള്ള പ്രവർത്തനയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിക്കുന്ന പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ എല്ലാവരെയും പുത്രനെ ബഹുമാനിപ്പാനായി പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനാൽ നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനെ കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാവുന്നു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകേണ്ടതിന് അവൻ വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധിയോടെ നടത്തുവാൻ പുത്രനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാവുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവർക്കെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ശിക്ഷയ്ക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടെന്നാൽ കൽപ്പിച്ചറിയി ചെയ്തു. വാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ശരണത്താലേ